അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവൻ്റെ നല്ല അടിമകളിൽ ചേർക്കട്ടെ. ബഹുമാനികളെ, മുഹറം 10, ഇന്ന് മുഹറം 9, ഇന്ന് മുഹറം 10-ാം രാവ്, നാളെയാണ് മുഹറം 10-ൻ്റെ സുന്നര ദിനം. മുഹറം 10 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങളാണ് ആദ്യം കടന്നു വരുന്നത്. മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട കഥ, നൂഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കി വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട അത്ഭുത കഥ, മഹാനായ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കർബലയുടെ അതിഭീകരമായ രംഗം. എന്നാൽ ഇവിടെയെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്, ആശുറ എന്നത് വെറും ചരിത്രം ഓർക്കാനുള്ള ദിവസമല്ല, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാനുള്ള ദിവസമാണ്. ഖുർആൻ തന്നെ, വിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു അടിവരയിട്ട് പറയുന്നു സൂറത്ത് യൂസുഫിൽ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്. അവരുടെ ചരിത്രങ്ങളിൽ ബുദ്ധിയുള്ളവർക്ക് വലിയ പാഠങ്ങളുണ്ട്, മഹത്തായ പാഠങ്ങളുണ്ട്. ചരിത്രം കേട്ട് കരയുക എന്നത് എളുപ്പമാണ്, പക്ഷേ ചരിത്രത്തിൽ നിന്ന് ജീവിതം മാറ്റുക എന്നത് പ്രയാസമാണ്. അപ്പോൾ ചില പാഠങ്ങളാണ് മുഹറം 10 നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, അല്ലാഹുവിൽ വിശ്വസിച്ചവൻ ഒരിക്കൽ നഷ്ടപ്പെടില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ആ സംഭവം, സമുദ്രത്തിലെത്തി, മധ്യത്തിലെത്തി, മുന്നിൽ സമുദ്രം, പിന്നിൽ ഫിർഔൻ സൈന്യം, ഫിർഔൻ്റെ ശക്തരായ സൈന്യം. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ബനു ഇസ്രായേൽ മൂസ നബിയോട്, ഇന്നാ ലമുദ്റകൂൻ, പിന്നിൽ തൊട്ടു പിന്നാലെ അവരുണ്ട്, ഫിർഔൻ സംഘമുണ്ട്, മുന്നിലാണെങ്കിലോ കടൽ, അവർ നമ്മളെ പിടികൂടും. പക്ഷേ മൂസാ നബി കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, അല്ല, എൻ്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, അവൻ എനിക്ക് നേർവഴി, സത്യമായ വഴി കാണിച്ചു തരും. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങളുണ്ട്, മക്കളെക്കുറിച്ചുള്ള ആശങ്കകളുണ്ട്, എല്ലാം അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സങ്കടത്തിൻ്റെ കഥകൾ. പക്ഷേ ഒരു ചോദ്യം, പ്രശ്നം വന്നപ്പോൾ നാം മൂസാ നബിയെ പോലെ അള്ളാഹുവിലേക്ക് തിരിയുന്നുണ്ടോ? നമ്മൾ നിരാശയിലേക്കാണോ പോകുന്നത്? ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് പാഠം, അള്ളാഹുവിലേക്ക് തിരിയുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അധികാരവും സമ്പത്തും ഒരാളെയും രക്ഷിക്കില്ല. ഫിർഔൻ എല്ലാം ഉണ്ടായിരുന്നു, ഞാനാണ് രക്ഷിതാവ്, അള്ളാഹു എന്ന് വാദിച്ചവനായിരുന്നു. പക്ഷേ അധികാരം, സമ്പത്ത് എല്ലാം ഉണ്ടായിരുന്നു, ധാരാളം സജ്ജരായ സൈന്യങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പോൾ ഒന്നും രക്ഷിച്ചില്ല. അള്ളാഹു തന്നെ പറയുന്നല്ലോ, ഫഅഖദഹുല്ലാഹു നകാലൽ ആഖിറതി വൽ ഊല, അള്ളാഹു അവന് ഇഹലോകത്തും പരലോകത്തും മാതൃകാപരമായ ശിക്ഷ നൽകി എന്ന്. ഇന്ന് മനുഷ്യർ കരയുന്നു, എനിക്ക് പണമുണ്ട്. ഇന്ന് മനുഷ്യൻ്റെ ചിന്ത, മനുഷ്യൻ കരുതുന്നത്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്, എനിക്ക് സ്വാധീനമുണ്ട്. പക്ഷേ മരണം വരുമ്പോൾ, ഖബറിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടെ ഉണ്ടാവില്ല. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യത്ബഉൽ മയ്യിത സലാസ, ഒരു മരണം, ഒരു മനുഷ്യൻ അവൻ ഈ ലോകത്ത് വിട പറയുമ്പോൾ മരിച്ചവനെ 3 കാര്യങ്ങൾ അനുഗമിക്കും.
ഫയർജു ഇസ്നാൻ, രണ്ട് പിന്നാലെ പോകും, മടങ്ങും. പക്ഷേ വയബ്ഖാ വാഹിദ്, ഒന്ന് മാത്രമാണ് ശേഷിക്കുന്നത്. അവൻ്റെ സമ്പത്ത്, അവൻ്റെ കുടുംബം അവനെ തുടരും, അത് തിരിച്ചു വരും. പക്ഷേ ഒന്ന് മാത്രം, രണ്ടെണ്ണം മടങ്ങിപ്പോകും. അവൻ്റെ അടുക്കൽ ശേഷിക്കുന്നത് എന്താണ്? യബ്ഖാ വാഹിദ്, അത് നിഷ്കളങ്കമായ ഹൃദയത്തോടെ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്ത സുഹൃതങ്ങൾ മാത്രം, അമലുകൾ മാത്രമാണ് നാളേക്ക് വേണ്ടി ബാക്കിയാകുന്നത്. ഇതാണ് നമുക്ക് നൽകുന്ന പാഠം. മൂന്നാമതായി, സത്യത്തിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യണം. കർബലയുടെ മണ്ണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അധികാരത്തിന് വേണ്ടിയല്ല ജീവിച്ചത്, സത്യത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. അതാണ് അവരുടെ ജീവിതം നമ്മെ പറയുന്നത്. സത്യം സംരക്ഷിക്കാൻ വലിയ പ്രയാസങ്ങൾ ചിലപ്പോൾ ഏൽക്കേണ്ടി വരും. ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിക്കാം, നിസ്കാരത്തെ രക്ഷപ്പെടുത്താൻ, നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നാം എന്ത് ത്യാഗം ചെയ്തു? വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നാം എന്ത് ത്യാഗം ചെയ്തു? തെറ്റിൽ നിന്ന് ഹറാമ് കാണുമ്പോൾ ഹറാം ഉപേക്ഷിക്കാൻ നമ്മൾ എന്ത് ത്യാഗം ചെയ്തു? നന്മക്ക് വേണ്ടി തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ വിശുദ്ധ ദീനിന് വേണ്ടി നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരാലോചന നല്ലതാണ്. അതുപോലെ തന്നെ പ്രധാനമായി നാലാമത് ശ്രദ്ധിക്കേണ്ടത്, സമയമിങ്ങനെ കൊഴിഞ്ഞു പോകും. മുഹറം വീണ്ടും വന്നു, പുതിയ വർഷത്തിലെത്തി. കഴിഞ്ഞ വർഷം അത് പോയി, പുതിയ വർഷം വന്നു. അടുത്ത വർഷം നമുക്കെല്ലാവർക്കും ലഭിക്കുമോ അറിയില്ല. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ മനുഷ്യ, നീ ദിവസങ്ങളുടെ ഒരു കൂട്ടമാണ്. ഒരു ദിവസം പോയാൽ നിന്റെ ഒരു ഭാഗം പോയി. ഇന്ന് മുഹറം 10 രാത്രി നമ്മോട് പറയുന്നത്, ഒരു വർഷം കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു. അടുത്ത മുഹറം 10 നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. അഞ്ചാമതായി നമ്മൾ പഠിക്കേണ്ട പാഠം, അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സമയമുണ്ട്. ഈ ആശുറാ ദിനത്തിലെ നോമ്പിനെ കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനതൽ മാദിയ. മുഹറം 10 നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. അത് പൊറുക്കുമെന്ന് ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര വലിയ കാര്യമാണിത്! ഒരു ദിവസം ഒരു നോമ്പെടുക്കൽ കൊണ്ട് ഒരു വർഷം പാപപ്പൊറുക്കൽ, പാപത്തിൽ നിന്ന് സുരക്ഷ. ഇത് അള്ളാഹു നമ്മോട് പറയുന്നത് പോലെയാണ്. അടിമ, എൻ്റെ അടിമ, നിനക്ക് റബ്ബിലേക്ക് മടങ്ങാൻ വൈകിട്ടില്ല, വേഗം തിരിച്ചു വാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് പെട്ടെന്ന് വരണേ. മഹാനായ ഉമറുൽ ഫറൂഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വചനം ഇങ്ങനെ വായിക്കാം. ഒരു ഉണർവ് നൽകുന്ന വചനമാണ്. ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ ചെയ്യുക. ഇന്ന് രാത്രി, ഈ വിശുദ്ധമായ മുഹറം 10 രാത്രി, ആശുറായിൻ്റെ രാത്രി, നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, ഞാൻ എൻ്റെ റബ്ബിലേക്ക് എത്ര അടുത്തു? എൻ്റെ നിസ്കാരം കൃത്യമായി ഞാൻ നിർബന്ധമായി നിർവഹിക്കേണ്ട 5 വക്ത് നിസ്കാരം ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നു? വിശുദ്ധ ഖുർആനുമായി എൻ്റെ ബന്ധം എങ്ങനെയാണ്? ഇന്ന് വിട പറഞ്ഞാൽ, മരണം വന്നാൽ എനിക്ക് യഥാർത്ഥ രീതിയിൽ മരിക്കാൻ പറ്റുമോ? മരണത്തിന് ഞാൻ തയ്യാറായിട്ടുണ്ടോ? ഈ ചോദ്യം. പ്രിയ സഹോദരങ്ങളെ, മുഹറം 10 വെറും ചരിത്രമല്ല, അതൊരു കണ്ണാടിയാണ്. മൂസാ നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. ഫിർഔൻ നമ്മെ പഠിപ്പിക്കുന്നത് അഹങ്കരിക്കരുത് എന്നാണ്. കർബല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സത്യത്തിൽ ഉറച്ചു നിൽക്കുക.
ആശുറ നോമ്പ് നമ്മെ ചിന്തിപ്പിക്കുന്നത് പാപങ്ങളിൽ നിന്ന് മടങ്ങുക. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ഇനി ചരിത്രം കേട്ട് പിരിയുന്നവരല്ല, ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ച് മാറുന്നവനാകണം എന്ന നല്ല ചിന്തയോടെ നമുക്ക് റബ്ബിലേക്ക് അടുക്കാം. കാരുണ്യവാനായ റബ്ബ് ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ചു പോയ സകലമാന തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകി ഇനിയുള്ള ജീവിതം സൃഷ്ടാവായ അള്ളാഹു പൊരുത്തപ്പെടുന്ന രീതിയിൽ ജീവിച്ച് അവൻ തിരിച്ചു വിളിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഈമാനിക ശക്തി നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.